ദൈവതിരുനാമത്തിന് മഹത്വം കരേറ്റുന്നു. ഇന്ന് രാവിലെ വിശേഷാൽ ഈ വർഷത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ വീണ്ടും ഒരുമിച്ച് കൂടുവാനും ദൈവവചനം പഠിക്കുവാനും ഒക്കെ ഈ അവസരം നൽകുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്കെ ദൈവത്തിൻ്റെ വചനം നിരന്തരമായി ശ്രവിക്കുവാൻ നമുക്കിടയായി. അതെല്ലാം നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് മുളച്ച് വളർന്ന് ഫലം കായ്പാനിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് നമ്മുടെ പഠനഭാഗത്തേക്ക് മടങ്ങി വരാം. പാരബിൾസ് വളരെ പെട്ടെന്ന് തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 1-2 പാരബിൾ കൂടെ ഒന്ന് ഡീൽ ചെയ്തിട്ട് നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് ദൈവം അനുവദിച്ചാൽ കടന്നു പോകും. ഇന്ന് രാവിലെ ഏറ്റവും ചെറിയ ഒരു പാരബിളാണ്, ഏറ്റവും ചെറിയ ഒരു ഉപമ. കർത്താവ് പറഞ്ഞതിൽ ഏറ്റവും ചെറിയ ഉപമകളിൽ ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ 51-52 വാക്യങ്ങൾ. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 13 വേഴ്സസ് 51 and 52. മതി. സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. പാരബിൾ ഓഫ് ദ ഹൗസ് ഹോൾഡർ എന്നതിനെക്കുറിച്ച് പറയാറുണ്ട്. വീട്ടുകാരൻ്റെ, വീട്ടുടയവനെ സംബന്ധിക്കുന്ന ഉപമ എന്ന് പറയാറുണ്ട്. അതേസമയം തന്നെ പഴയതും പുതിയതുമായ നിക്ഷേപം എന്ന് ഉള്ള പേരിലും ഈ ഉപമ അറിയപ്പെടാറുണ്ട്. അപ്പോൾ യേശു കർത്താവ്, നമുക്കറിയാം, മത്തായി സുവിശേഷം 13-ാം അധ്യായം ഉപമകളുടെ ഒരധ്യായമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അനേക ഉപമകൾ ഇതിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മിക്കവാറും എല്ലാം തന്നെ നമ്മൾ പഠിക്കുവാൻ, ഓരോന്നോരോന്നായിട്ട് വ്യത്യസ്തമായിട്ട് എടുത്ത് പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് അവസരം നൽകി. ആ ഉപമകളെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് കർത്താവ് അവരോട് ചോദിച്ചു, ശിഷ്യന്മാരോട് ചോദിച്ചു, ഇതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രഹിക്കാൻ കഴിയാതിരുന്നപ്പോൾ അവർ വന്ന് സംശയം ചോദിച്ചിട്ടുണ്ട് കർത്താവിനോട്, അല്ലേ? എന്തുകൊണ്ടാണ് ആ നിലത്ത് വീണ വിത്തിൻ്റെ ഉപമ എന്തുവാ? അല്ലെങ്കിൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു, ആ ഉപമ എന്തുവാ? അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ശിഷ്യന്മാർ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല വിത്ത് വിതച്ച് വളർന്നു വന്നു, കളയും വളരുമാറായി. അപ്പോഴും ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, എന്തുവാണ് അതിൻ്റെ അർത്ഥം? നീ എന്തുവാണ് അർത്ഥമാക്കിയത്? അപ്പോൾ ഇതെല്ലാം അങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള ചില ഉപമകളുടെ എക്സ്പ്ലനേഷൻ, വിവരണങ്ങൾ കർത്താവ് നൽകുന്നുണ്ട്. എന്നാൽ ഈ ഉപമകളെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമുക്കറിയാം, ഇതിന് നേരെ മുമ്പേ കർത്താവ് പറഞ്ഞ ഉപമ ഏതായിരുന്നു? പാരബിൾ ഓഫ് ദ ഡ്രാഗ്നെറ്റ്, അല്ലേ? ഒരു വലിയ വല, എല്ലാവിധ മീനും പിടിക്കുന്നതായ വലയെക്കുറിച്ചുള്ള ഉപമയായിരുന്നു. അപ്പോൾ കർത്താവ് ഇവിടെ ചോദിക്കുന്നത്, നിങ്ങൾ ആ വലയുടെ ഉപമ മനസ്സിലാക്കിയോ എന്നല്ല, ഇതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചുവോ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ പഠിപ്പിച്ചതായ ഉപമകളെല്ലാം നിങ്ങൾ ഗ്രഹിച്ചുവോ എന്ന കർത്താവ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ പാരബിൾ ഓഫ് ദ സോവർ ഉണ്ട്, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടത്. പാരബിൾ ഓഫ് ദ വീറ്റ് ആൻഡ് ദ ടേഴ്സ് ഉണ്ട്, നല്ല വിത്ത്, കള, അതിൻ്റെ ഉപമയുണ്ട്. കടുക് മണിയുടെ ഉപമ നമ്മൾ കാണുന്നുണ്ട്, 31-32 വാക്യങ്ങൾ. പുളിച്ച മാവിനെക്കുറിച്ചുള്ള ഉപമ കർത്താവ് പറഞ്ഞത് നമ്മൾ കാണുന്നുണ്ട്. 33-ാമത്തെ വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയെക്കുറിച്ച് പറയുന്ന ഉപമ നമ്മൾ കാണുന്നുണ്ട്. 45-46 വാക്യങ്ങൾ. വിലയേറിയ മുത്തിൻ്റെ ഉപമ നമ്മൾ കാണുന്നുണ്ട്, 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷമാണ് ഡ്രാഗ്നെറ്റിൻ്റെ, വലയുടെ, എല്ലാവിധ മീനും പിടിക്കുന്ന വലയുടെ ഉപമ കർത്താവ് പറഞ്ഞത്. അതും പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് ചോദിച്ചു, ഇതെല്ലാം നിങ്ങൾ
ഗ്രഹിച്ചുവോ? ഉവ്വ് എന്ന് അവർ പറഞ്ഞു. മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും അവർ പറഞ്ഞു ഉവ്വ്. സാധാരണ ഈസി വേ ഔട്ട് അല്ലേ, രക്ഷപ്പെടാൻ പറ്റുന്ന നല്ല മാർഗം യെസ് എന്ന് പറയുന്നത്. പിന്നെ ഫർദർ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാകുകയില്ല എന്നുള്ള ചിന്തയിലായിരിക്കും. അപ്പോൾ ഈ ഉവ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, അത് കഴിഞ്ഞ് പറഞ്ഞതാണ് അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശന. പുതിയതും പഴയതും. അപ്പം പഴയ വർഷം കഴിഞ്ഞു, 2024 കഴിഞ്ഞു, 2025 നമ്മൾ കയറി. അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ പറ്റും. 2024 പഴഞ്ചനായിപ്പോയി, 2025 പുതിയത്. അതുകൊണ്ട് പുതിയത് മാത്രം നമുക്ക് വേണം എന്നുമല്ല അതിൻ്റെ അർത്ഥം, അല്ലേ? മറ്റ് ഉപമകൾ കർത്താവ് പഠിപ്പിച്ചത് പ്രധാനമായിട്ടും ദൈവരാജ്യത്തെ, സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്ന ഉപമകളായിരുന്നു. അതിനെക്കുറിച്ചായിരുന്നു പ്രധാനമായിട്ട് പറഞ്ഞത്. എന്നാൽ ഇവിടെ അങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠനം ലഭിച്ച, അറിവ് ലഭിച്ച ആളുകൾ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ച് ഈ പറഞ്ഞ ഉപമകൾ, പഠിപ്പിച്ച ഉപമകളിൽ നിന്നെല്ലാം മനസ്സിലായത് മുഖാന്തരമായിട്ട് അവർ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കിയവർ എന്ത് ചെയ്യണം. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചല്ല പ്രധാനമായിട്ട് ഡയറക്റ്റായിട്ട് ഇവിടെ പരാമർശം. പ്രത്യുത ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് വരം ലഭിച്ചു, നിങ്ങൾക്ക് അവസരം ലഭിച്ചു. അങ്ങനെയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, അതാണ് ഇവിടെ വാസ്തവമായിട്ട് കർത്താവ് അർത്ഥമാക്കുന്നത്. മനസ്സിൽ വെച്ചുകൊള്ളാം, അത് നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് സമയം ഞാനിതിനെടുക്കത്തില്ല. 1-2 ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കൊണ്ട് ദൈവം അനുവദിച്ചാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഇതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നത് ഈ ഉപമകൾ ഗ്രഹിക്കാനും നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനും അത് മുഖാന്തരമായി തീരും. അപ്പോൾ ഒന്നാമത്, ഗ്രഹിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കേട്ടതുകൊണ്ടായില്ല, കേട്ടതുകൊണ്ട് മാത്രമല്ല, ഗ്രഹിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഗ്രഹിച്ചാലും പോരാ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ഒരുവൻ വചനം കേട്ടിട്ട് അത് ചെയ്യാതിരുന്നാൽ, അത് മറന്നുപോയാൽ, കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പം തന്നെ മുഖം എങ്ങനെയായിരുന്നെന്ന് മറന്നുപോയ ആളിനെ പോലെ ഇരിക്കുന്ന. അപ്പോൾ ഇത് കേൾക്കണം, കേൾക്കുന്നത് ഗ്രഹിക്കണം, ഗ്രഹിക്കുന്നത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും വേണം. അതാ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അപ്പം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എന്തോ നമുക്കറിഞ്ഞുകൂടാത്തൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതല്ല. കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യണം ചെയ്യരുത് എന്ന് പറയുന്ന ചില പ്രത്യേക റെസല്യൂഷൻസ് അല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഒരു ജീവിത മാർഗമാണ്. യേശു കർത്താവ് കാണിച്ചു തന്നത് ഒരു ജീവിത മാർഗമാണ്. ഒരു മതമല്ല കർത്താവ് സ്ഥാപിച്ചത്, അല്ലേ? ഒരു റിലീജിയൻ അല്ല കർത്താവ് സ്ഥാപിച്ചത്. ജീവിക്കാനുള്ളൊരു മാർഗം കാണിച്ചു തന്ന, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ആ വഴിയായവൻ നടക്കുവാനുള്ള വഴി നമുക്ക് കാണിച്ചു തന്നു. എങ്ങനെ നാം നടക്കണം, എങ്ങനെ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയും, എങ്ങനെ നമുക്ക് വീണ്ടെടുക്കപ്പെടുവാൻ തക്കവണ്ണം കഴിയും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത് ഇവിടെ നമ്മൾ മനസ്സിൽ വെച്ചുകൊള്ളേണ്ടത്, ഈ ശിഷ്യരായിത്തീരുന്നവൾ എന്ത് അവർ സ്വീകരിച്ചോ അതിൻ്റെ കാരിയേഴ്സും കൂടെയാണ്. അത് വഹിക്കുന്നവരാ. അത് മറ്റുള്ളവർക്ക് എടുത്ത് കൊടുക്കുവാൻ തക്കവണ്ണം ഉത്തരവാദിത്വം. അതവിടെ പറയുന്നത്, തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്ത് കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശം. അപ്പം നമ്മളെല്ലാം ക്യാരിയേഴ്സാണ്, ക്യാരിയേഴ്സ് ഓഫ് ദ ഗോസ്പലാണ്. സുവിശേഷത്തെ നമ്മൾ വഹിക്കുന്നവരാ, നമ്മുടെ ഉള്ളിൽ വഹിക്കുന്നവരാ. അതെന്തിനു വേണ്ടിയാ? സുവിശേഷത്തെ സംബന്ധിച്ച് 3 വിധ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ഉണ്ട് പ്രധാനമായിട്ട്. 1, സുവിശേഷം കേൾക്കണം. 2, സുവിശേഷം സ്വീകരിക്കണം. 3,
സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പം നമ്മളെല്ലാം ക്യാരിയേഴ്സായി തീരണം. അപ്പം കർത്താവ് ഇവിടെ പറഞ്ഞതിൻ്റെയും അർത്ഥം അത് തന്നെയാണ്. നമ്മൾ സുവിശേഷത്താൽ നമ്മുടെ ജീവിതം മാറി, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു, നമ്മൾ ക്രൈസ്തവരായി, പെന്തക്കോസ്തുകാരായി, അല്ലെ വിശ്വാസികളായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലല്ല, സുവിശേഷത്തിൻ്റെ ദൂതുവാഹികളായാൽ മാത്രം പോരാ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരും കൂടെ നാം ആകണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മൂന്നാമത് ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊള്ളേണ്ടത്, ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ദ പ്രോപ്പർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓൾഡ് ആൻഡ് ദ ന്യൂ. ഒരു ശരിയായ ബന്ധം പഴയതും പുതിയതും തമ്മിൽ ഉണ്ടാകണം. ഞാൻ കൺഫ്യൂസ് ചെയ്യുകയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനത് അല്പം വിവരിക്കാം. അല്ലേ, പഴയതും പുതിയതും കർത്താവിടെ പറയുന്നു, അവ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അല്ലേ, ആ പഴയതെല്ലാം വിട്ടു പുതിയത് ഞാൻ എടുത്തു കൊടുക്കുമെന്നല്ല ഇവിടെ പറയുന്ന. പഴയതും പുതിയതുമായത് എടുത്ത് കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശ്യം എന്നാ പറയുന്നത്. അപ്പം ഒരു മദ്രാസ് റീതിങ്കിങ് ഗ്രൂപ്പ് എന്നും പറഞ്ഞൊരു MRG എന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായി നാട്ടിൽ, സൗത്ത് ഇന്ത്യയിൽ, മദ്രാസിൽ ബേസ്ഡ് ആയിട്ട്. ചില തിയോളജിയൻസ് ആയിരുന്നു, അല്ല ചില ദൈവശാസ്ത്രജ്ഞരായിരുന്നു അതിൻ്റെ വക്താക്കൾ. അവർ മുന്നോട്ട് വെച്ച ഒരു തിയോളജിയാണ്. തിയോളജിയിൽ ഇന്ത്യനൈസ് ചെയ്ത്, ക്രിസ്ത്യാനിറ്റിയെ ഇന്ത്യനൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക. ആ പ്രസൻറ്റേഷനിൽ അവർ ശ്രമിച്ച ഒരു കാര്യം ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ ഡിസ്കാർഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പഴയ നിയമത്തെ തള്ളിക്കളയുക. നമുക്ക് പുതിയ നിയമം ലഭിച്ചു, ഇനിയും പഴയതിൻ്റെ ആവശ്യമില്ല. പഴയ നിയമം പലർക്കും സ്വീകാര്യമല്ല. അതിനകത്തെ യുദ്ധങ്ങളും അതിനകത്തെ രക്തച്ചൊരിച്ചിലും അതിനകത്തെ പല കൽപ്പനകളും ഒന്നും പൊതുജനത്തിന് സ്വീകാര്യമല്ല. അതുകൊണ്ട് സ്വീകാര്യമായ രീതിയിൽ ഒരു ബൈബിൾ കൊടുക്കുക, അല്ലേ, എന്നുള്ള ഒരു പരിശ്രമം അവർ നടത്തിയതായിട്ട് ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. അപ്പം എന്നാൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു റീഡിങ്ങാണ്. പഴയതില്ലാതെ പുതിയതില്ല, പുതിയതില്ലാതെ പഴയതിൻ്റെ അർത്ഥവും അറിഞ്ഞുകൂടാ. അല്ലേ, പഴയതിൽ നടന്ന യാഗങ്ങൾ പഴയ നിയമത്തിൽ, ഞാനിവിടെ പഴയ നിയമം പുതിയ നിയമം എന്നുള്ള അർത്ഥത്തിൽ ഇത് പറയുന്നതല്ല, എങ്കിലും നമ്മുടെ നിക്ഷേപങ്ങളെക്കുറിച്ചാണ് പറയും. അപ്പം എന്നാൽ പഴയ നിയമത്തിലേക്ക് നോക്കിക്കേ, അവിടെയുള്ള യാഗങ്ങൾ, അവിടെയുള്ള പ്രമാണങ്ങൾ, അവിടെയുള്ള കൽപ്പനകൾ, അത് ഏദൻ തോട്ടം മുതൽ നടന്ന കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെ അർത്ഥവ്യാപ്തിയും അതിൻ്റെ അർത്ഥം യഥാർത്ഥമായി നമുക്ക് മനസ്സിലാകുന്നത് പുതിയത് വരുമ്പോഴാണ്. അപ്പം പുതിയതിൽ കൂടെയാണ് നമ്മൾ പഴയതിനെ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് യാഗങ്ങൾ ഇങ്ങനെ, എന്തുകൊണ്ട് സമാഗമന കൂടാരം ഇങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞു, കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ഉണ്ടാക്കാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഈ അർത്ഥങ്ങളെല്ലാം, എന്തുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലം ഇങ്ങനെ മറ്റാർക്കും പ്രവേശിക്കാൻ പറ്റാത്തത്, ഏതെല്ലാം വിവരണങ്ങളുണ്ട്, ഏതെല്ലാം കാര്യങ്ങളുണ്ട് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് എന്തുകൊണ്ട് പഴയതെല്ലാം ഇങ്ങനെ പറഞ്ഞിരുന്നു. അല്ലേ, ഇനി പഴയ നിയമമായിരുന്നു വിച്ച് വാസ് ലീഡിങ് അപ് ടു ദ ന്യൂ. ലീഡിങ് അപ് ടു ദ ന്യൂ, പുതിയതിലേക്ക് നമ്മളെ നടത്തിയത് ഈ പഴയതാ. ന്യായപ്രമാണം എന്നതോ വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ, കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപം അല്ലായികൊണ്ട് ആണ്ടുതോറും യാഗങ്ങളുമായി അടുത്തു വരുന്നവർക്ക് അതിനാൽ സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളത്. ഇപ്പം ന്യായപ്രമാണം വരുവാനുള്ളൊരു നന്മയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. ഓരോ യാഗങ്ങളും വരുവാനുള്ളൊരു പരമയാഗം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. അപ്പം പഴയതിൽ പറയുന്നത് പുതുതിലേക്ക് നടത്തുന്നതായിരുന്നു, പുതുതിലേക്ക് നമ്മെ ആനയിക്കുന്നതായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനായി വന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ നിരൂപിക്കരുത്. പ്രത്യുത ഞാൻ എന്തിനാ വന്നിരിക്കുന്നത്? നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രയേ ഞാൻ വന്നിരിക്കുന്നു. അപ്പം നിവർത്തിക്കുകയായിരുന്നു. അപ്പം പഴയത്
ആവശ്യമാണോ? പഴയത് ആവശ്യമാണ്. പുതിയത് ആവശ്യമാണോ? പുതിയത് ആവശ്യമാണ്, അല്ലേ? പുതിയത് പഴയതിനെ ഒരു പുതിയ വ്യാഖ്യാനം നമുക്ക് നൽകുക, നമ്മുടെ കണ്ണുകളെ തുറക്കുകയാണ്, അകക്കണ്ണുകളെ തുറക്കുകയാണ്. യെരുശലേമിൽ ആരാധിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകുന്ന എത്യോപ്യക്കാരനായ ഷണ്ണൻ, അല്ലേ, രഥത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കായിരുന്നു. വായിച്ചത് ഏത് പുസ്തകമായിരുന്നു? യെശയ്യാ പ്രവചനമായിരുന്നു. അപ്പോൾ വായിച്ചപ്പോൾ അവനിങ്ങനെ അറുക്കുവാനുള്ള ആടുകളെ പോലെ എന്നൊക്കെയുള്ള ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ അവനൊന്നും പിടികിട്ടുന്നില്ല, ഒന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ ഫിലിപ്പോസ് രഥത്തോട് ചേർന്ന് നടന്നിട്ട് അവനോട് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ഷണ്ഡൻ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ പൊരുൾ തിരിച്ചു തരുന്നില്ലെങ്കിൽ എങ്ങനെ എനിക്ക് മനസ്സിലാകും? അപ്പം പഴയ നിയമം വായിച്ചു വിടുന്നുണ്ട്, പല കാര്യങ്ങളും വായിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, യാഗങ്ങൾ കഴിക്കുന്നുണ്ട്, പൊരുൾ മനസ്സിലായില്ലായിരുന്നു. രഥം നിർത്തുവാൻ കൽപ്പിച്ചു. അവൻ രഥത്തിൽ ആ ഷണ്ണനോട് കൂടിയിരുന്നവന് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. പ്രവാചകന്മാർ, നിയമങ്ങൾ, പുസ്തകങ്ങളും പ്രവാചകന്മാരും അടക്കം യേശുവിനെ കുറിച്ചുള്ളതെല്ലാം അവൻ വിവരിച്ചു കൊടുത്തു. അവൻ ആ രക്ഷയിലേക്ക് നടത്തപ്പെടുക. പഴയതും പുതിയതുമായ നിക്ഷേപങ്ങൾ. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന അനേക ഭാഗങ്ങൾ. യേശു കർത്താവ് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാർ, ക്ലയോപ്പാവും ഭാര്യയുമാണെന്നാണ് പറയുന്നത്. ആരാണെങ്കിലും, കാരണം അവർ രണ്ടുപേരും ഒരേ വീട്ടിലേക്കാണ് പോയ, ഒരുമിച്ച് താമസിക്കുന്നവരായിരുന്നു. എന്നാൽ വഴിയിൽ വെച്ച് തർക്കം ഉണ്ടായിരുന്നു. തർക്കം ഉണ്ടായത് പക്ഷേ നല്ല കാര്യത്തെക്കുറിച്ചുള്ള തർക്കം, വീട്ടുകലഹമൊന്നും അല്ലായിരുന്നു. അങ്ങനെയുള്ള കലഹം ഉണ്ടാക്കിക്കൊണ്ടൊന്നുമല്ല പോകുന്ന. പ്രത്യുത അവർ വാദിച്ചും തർക്കിച്ചും പോവുക. എന്തിനെക്കുറിച്ചാ? യെരുശലേമിൽ നടന്ന സംഭവ വികാസങ്ങൾ. നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയുള്ള തർക്കം ഉണ്ടായിരുന്നു, എത്ര നല്ലതായിരുന്നു, അല്ലേ? തിയോളജിക്കൽ ഡിസ്കഷൻസ് എത്ര വീടുകളിലുണ്ട്? നമ്മുടെ ആഹാരം കഴിക്കാനിരിക്കുന്ന മേശയെങ്കിൽ ചുറ്റുപാട് ഇരിക്കുമ്പോൾ തിയോളജിക്കൽ ഡിസ്കഷൻസ് എത്ര പേർക്കുണ്ട്? അതോ അല്ലാത്ത വീട്ടുകലഹങ്ങളാണോ? സോ മച്ച് ബെറ്റർ, അല്ലേ? ദൈവവചനത്തിലേക്കൊന്ന് ഐ ബെഗ് ടു ഡിഫർ വിത്ത് യു എന്ന് പറയുവാനും കൂടെ കഴിയണം കേട്ടോ. തിയോളജിക്കൽ ഡിസ്കഷനും ചിലപ്പം കുഴപ്പമാകും. ഏതായാലും കർത്താവ് അവരോട് ചേർന്ന് നടന്നു. ഏതിനെക്കുറിച്ചാണ് നിങ്ങൾ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നത്? അവർ പറഞ്ഞു, യെരുശലേമിൽ വന്നു പാർക്കുന്ന പരദേശികളിൽ നീ ഒരുത്തൻ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലേ? ഏതെന്നവൻ ചോദിച്ചതിന്, യേശു എന്നു പേരുള്ള വാക്കിലും ശക്തിയിലും വലിയവനായിരുന്ന ഒരു പ്രവാചകനെന്ന് ഞങ്ങൾ എണ്ണിയ ഒരുവനുണ്ട്. അവൻ ഇസ്രായേലിനെ രക്ഷിപ്പാനുള്ളവനെന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. അപ്പം കർത്താവ് അവരെ ചില പേരൊക്കെ ഉപയോഗിച്ച് വിളിച്ചു, നമുക്കറിയാം, അല്ലേ? ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ബുദ്ധിഹീനരെ, ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം മനസ്സിലാക്കാത്ത ബുദ്ധിഹീനരെ എന്ന് പറഞ്ഞു തുടങ്ങി കർത്താവ് അവർക്ക് തെളിയിച്ചു കൊടുത്തു, വ്യാഖ്യാനിച്ചു. പക്ഷെ അവരുടെ ഒരു ടെസ്റ്റിമണി ഉണ്ട്. ആ ടെസ്റ്റിമണിയിൽ അവർ തന്നെ പറയുകയാണ്, അവൻ വഴിയിൽ വെച്ച് തിരുവെഴുത്തുകളെ തെളിയിച്ച് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളങ്ങൾ കത്തിക്കൊണ്ടിരുന്നില്ല. മീനിങ് അറിയാതെ ഇത് വായിച്ചു വിട്ടാൽ പലപ്പോഴും ഉള്ളത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകുകയില്ല. എന്നാൽ മീനിങ് അറിഞ്ഞു കഴിയുമ്പോൾ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് സംഭവിച്ചതുപോലെ ഉള്ളത്തിൽ കത്തലുണ്ടാകും. അപ്പം പഴയത് പുതിയതിലേക്ക് നടത്തണം, പുതിയത് പഴയതിനെ ഉപയോഗിക്കണം, അല്ലേ? പുതിയത് പഴയതിന് പുതിയ മാനങ്ങൾ നൽകിയ, പുതിയ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകാം. പുതിയത് പഴയതിന് പുതിയ അർത്ഥം നൽകുന്നു, വ്യാഖ്യാനം നൽകുന്നു, മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു എന്ന് ഓർത്ത് അതിനെ എങ്ങനെ മറ്റുള്ളവർക്ക് അത് കംപ്ലീഷനിലേക്ക് നടത്തുന്നു എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഈ ദൈവത്തിൻ്റെ വചനം നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും.
നമ്മൾ വചനത്തിൻ്റെ ഇൻസ്പിറേഷനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അല്ലേ? കർത്താവിൻ്റെ വചനം, ബൈബിൾ ഇസ് ദി ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ്. ദൈവ നിശ്വാസീയം എന്ന് പറയുന്നത് നമുക്കറിയാം. ദൈവ നിശ്വാസീയമാണ് എന്ന് പറഞ്ഞാൽ ഗോഡ് ബ്രീത്ത് എന്ന, ദൈവം നിശ്വസിച്ച് വിട്ടതാണ്. അതാണ് എഴുതിയിരിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ എഴുതിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ശാസ്ത്രിമാരും അപ്പോസ്തലന്മാരും ദൈവദാസന്മാരും എല്ലാം ഒരു സ്ഥാനത്തിരുന്നു, ബ്ലോക്കിംഗ് ഓർ ക്ലോസിംഗ് their mind, their eyes, and God was dictating. അല്ലേ? ഹോളി സ്പിരിറ്റ് വാസ് ഡിക്റ്റേറ്റിംഗ്. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം അവർക്ക് ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്തു കൊടുത്തു, അവർ എഴുതി വെച്ചു എന്നാണ് അർത്ഥം. ആർ യു ഷുവർ? അങ്ങനെയല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലേ? ദൈവത്തിൻ്റെ വചനത്തിൽ അനേക ഭാഗങ്ങൾ നോക്കിക്കും. ലൂക്കോസ് പറയുക, ഞാൻ ഒരു ക്രമാനുസരണമായ ഓർഡർലി അക്കൗണ്ട് ഓഫ് ഓൾ ദ തിങ്സ് ദാറ്റ് ഹാപ്പൻഡ്. ഓർഡർലി ആയിട്ട് ക്രമത്തോടെ എഴുതുവാനുള്ള സകല പ്രയത്നവും കഴിക്കയിൽ. ശ്രീമാനായ തിയോഫിലോസേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം. തിയോഫിലോസേ, നിനക്ക് ഇത് എഴുതുമ്പോൾ ഇത് ക്രമാനുസരണമായിട്ട് എല്ലാം വേണ്ട പോലെ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വചനത്തിൽ അനേക ഭാഗങ്ങൾ, അനേക കാര്യങ്ങൾ നമുക്കറിയാം. ഓരോരോ സാഹചര്യങ്ങളിൽ വിശേഷാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ നൽകി ദൈവദാസന്മാർ അവരാൽ എഴുതപ്പെട്ടത്. ഞാൻ കൊലോസ്യ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഗലാത്യ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കൊരിന്തി ലേഖനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവയ്ക്കെല്ലാം ഒരു ഇമ്മീഡിയറ്റ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെല്ലാം അതിനാൽ ബെനിഫിറ്റഡാ, ബ്ലസ്ഡ് ആണ്. പക്ഷേ അന്നത് എഴുതാൻ ഒരു ഇമ്മീഡിയറ്റ് സിറ്റുവേഷനും കൂടി ഉണ്ടായിരുന്നു. ഒരുപാട് തിയോളജി പറഞ്ഞ് നിങ്ങളെ പ്രയാസപ്പെടുത്താനോ കൺഫ്യൂസ് ചെയ്യാനോ അല്ല, എന്നാലും നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം അല്ലേ? അപ്പം ദൈവനിശ്വാസീയത എന്ന് പറയുന്നത് മനസ്സുകളെ അടച്ച്, അവരുടെ കഴിവുകളെ ഇല്ലാതെയാക്കി, അവരുടെ കണ്ണുകളെ അടയ്ക്കാൻ പറഞ്ഞിട്ട് ഡിക്റ്റേറ്റ് ചെയ്ത കൊടുത്ത കാര്യങ്ങൾ എഴുതിയതല്ല. അന്നല്ല നമ്മൾ അർത്ഥമാക്കേണ്ടത്. പ്രത്യുത ദൈവം അവരെ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചു, ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചു. പൗലൂസിനെ ഉപയോഗിച്ചപ്പോൾ പൗലൂസിൻ്റെ വിദ്യാസമ്പന്നതയെ ഉപയോഗിച്ചു, അവൻ്റെ റിസോഴ്സ്ഫുൾനെസ്സിനെ ഉപയോഗിച്ചു, അവൻ്റെ കഴിവുകളെ, അവൻ്റെ ഭാഷാ ചാതുര്യത്തെ ദൈവം ഉപയോഗിച്ചു. മനോഹരമായ ഗ്രീക്കിൽ സുവിശേഷം എഴുതിയിരിക്കുന്ന യോഹന്നാൻ, ആ പുസ്തകം എഴുതുമ്പോൾ യോഹന്നാൻ്റെ ഭാഷയിലുള്ള പ്രാവീണ്യം ദൈവം, നിങ്ങൾ അത്ഭുതപ്പെട്ട് എന്നെ നോക്കുന്നത് പോലെ, ദൈവം ഉപയോഗിച്ചു. നിങ്ങൾ നോക്ക്, എഴുത്തുകൾ നോക്ക്, സുവിശേഷങ്ങൾ നോക്ക്, ലേഖനങ്ങൾ നോക്ക്. അപ്പോസ്തലനായ പത്രോസും പറയുന്നുണ്ട്, നമ്മുടെ സഹോദരനായ പൗലൂസും തനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം എഴുതിയിട്ടുണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച്. അവയിൽ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എങ്കിലും മറ്റ് ശേഷം തിരുവെഴുത്തുകളെ പോലെ അനേകർ തങ്ങളുടെ നാശത്തിനായിട്ട് അവയെയും കോട്ടിക്കളയുന്നു. ശ്രദ്ധിക്കണേ, സീരിയസ് കാര്യങ്ങളാണ് ഇത്. സാധാരണ വായിച്ചാൽ അർത്ഥം പിടികെട്ടാത്ത ഒരു കാര്യമാണ്. ഞാനും വായിച്ചപ്പോഴെല്ലാം ഓർത്തിട്ടുണ്ട്, എന്തോ ആയി പഴയതും പുതിയതുമായ നിക്ഷേപം എടുത്ത് കൊടുക്കുന്ന വീട്ടുകാരൻ, ഏതൊരു ശാസ്ത്രിയും അങ്ങനെയുള്ള ആളാണ് എന്ന് കർത്താവ് പറയുമ്പോൾ, അപ്പോൾ ഈ പഴയത് മാത്രം ഉണ്ടായിരുന്ന സമയം ഒന്ന് ഓർത്ത് നോക്കിക്കേ. പഴയത് മാത്രം, രക്ഷയുടെ പൂർണ്ണത അറിയാൻ കഴിയാതെ, എങ്ങനെ ദൈവം ഇതിലേക്ക് നടത്തുമെന്നുള്ള തിരിച്ചറിവില്ലാതെ, ഏതൊക്കെയോ മൗഢ്യമായിട്ടുള്ള ചിന്തകളിലും വിശ്വാസങ്ങളിലും നിലനിന്നിരുന്നൊരു സമയമുണ്ട്. എന്നാൽ പുതുത് വന്നു.
പുതിയത് വന്നു, അത് പഴയതിന് പുതിയ അർത്ഥങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പുതിയ അർത്ഥങ്ങൾ നൽകി. എന്നാൽ പുതിയത് വന്നതുകൊണ്ട് പഴയത് വേണ്ടെന്നാണോ? പഴയത് എടുത്തു കളഞ്ഞാൽ പുതിയത് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ പഴയതും പുതിയതും തമ്മിലുള്ളൊരു പ്രോപ്പർ റിലേഷൻഷിപ്പ് ഉണ്ടാകണം. പഴയത് കൊണ്ട് പുതിയത് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്ക് വന്ന കർത്താവിൻ്റെ ഫോളോവേഴ്സ്, അവനെ പിൻപറ്റുന്നവർ, they will be able to do the best in the kingdom when the two have a proper relationship എന്ന. പഴയതും പുതിയതും എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ, നമുക്ക് തന്നിട്ടുള്ള അറിവ്, അത് പഴയ നിയമത്തെക്കുറിച്ചാണെങ്കിലും നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണെങ്കിലും അവയെ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്ത് ഉപയോഗിക്കാനുള്ളൊരു പുതിയ ദർശനം നമുക്ക് കിട്ടുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് കയറാം. അപ്പോൾ ഇത്രയും നേരം ഞാൻ എന്നാ പറഞ്ഞു? നിങ്ങൾ ഇതിനൊരു ആമുഖമായിട്ട് ഇത്രയും വേണമായിരുന്നു, എങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. ഇന്നലെ രാത്രിയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ, എനിക്ക് മനസ്സിലാകാത്തത് ഞാൻ എങ്ങനെയാണ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയെ ഞാൻ ഈ നോട്ട്സൊക്കെ ഉണ്ടാക്കിയതാണ്, പക്ഷേ എനിക്ക് ധൈര്യമില്ലായിരുന്നു പിന്നെ ഇത് പറയാൻ. കാരണം എനിക്ക് തന്നെ പലതും മനസ്സിലാകുന്നില്ല. പിന്നെ ഞാനെങ്ങനെയാണ് നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്നത്? ഇന്നലെ രാത്രിയിലും കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്കത് നീ വെളിപ്പെടുത്തി തരണം, മനസ്സിലാക്കി തരണം. കുറേ സമയം ദൈവസന്നിധി ഇരുന്നപ്പം, കുറേ സമയം ഇതിലൂടെ എല്ലാം പോയപ്പം അല്പം പ്രകാശം ലഭിക്കുന്നത് പോലെ തോന്നി. അത് മാത്രമേ എനിക്ക് പകർന്നു തരാൻ പറ്റത്തുള്ളൂ. എന്നാൽ ശ്രദ്ധയോടെ കേൾക്കണമേ. ഇവിടെ പറയുന്ന ശാസ്ത്രി, എവ്രി സ്ക്രൈബ് ഹൂ ഈസ് ഇൻസ്ട്രക്റ്റഡ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന എഴുതിയിരിക്കുന്നു. സ്വർഗരാജ്യത്തിൽ ശിഷ്യനായിത്തീർന്ന, രാജ്യത്തിന് ശിഷ്യനായിത്തീർന്ന, അതിനെക്കുറിച്ചുള്ള അഭ്യാസം ലഭിച്ച, അറിവ് ലഭിച്ച ശാസ്ത്രി. ആരായിരുന്നു ഈ ശാസ്ത്രിമാർ? യേശുവിൻ്റെ കാലത്തും അതിന് ചില നാളുകൾ മുമ്പും അത് കഴിഞ്ഞും പല സെക്റ്റുകളുണ്ടായിരുന്നു. മെനി സെക്ട്സ് എമംഗ് ദ ജ്യൂസ്, അല്ലേ? ഹെരോദ്യൻസ് ഉണ്ടായിരുന്നു. ഹെരോദ്യരോട് സപ്പോർട്ട് ചെയ്ത് റോമാ അധികാരത്തിന് ചുക്കാൻ പിടിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന, അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഹെരോദ്യരുണ്ടായിരുന്നു. പരീശന്മാരുണ്ടായിരുന്നു, സദൂക്യരുണ്ടായിരുന്നു. പരീശന്മാർ വിശ്വസിച്ചു പുനരുത്ഥാനമുണ്ട്, ദൂതന്മാരും ഉണ്ട്. സദൂക്യർ വിശ്വസിച്ചു പുനരുത്ഥാനവും ഇല്ല, ദൂതന്മാരുമില്ല. എന്നാൽ അന്നത്തെ അപ്പർ ക്ലാസ് എന്ന് പറയുന്ന അറിയപ്പെട്ടിരുന്നത് സദൂക്യരായിരുന്നു. അധികാര സ്ഥാനങ്ങളുണ്ടായിരുന്ന അവരായിരുന്നു. മഹാപുരോഹിതന്മാരും മറ്റും കൂടുതലായും വന്നത് അവരിൽ നിന്നാണ്. നോക്കണം. അപ്പം ഇങ്ങനെയുള്ള അനേക സെക്ട്, എസേന്യരുണ്ടായിരുന്നു. എസേന്യർ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് നിന്ന്, മാറി നിന്ന് ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ആയിട്ട് മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്നവർ. ഈ കുമ്രാൻ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന ആളുകളെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ചാവുകടൽ ചുരുളെഴുത്ത് നമ്മൾ 1974 എനിക്ക് തോന്നുന്നത് കണ്ടെത്തിയത്. ഒരു പയ്യൻ ഇങ്ങനെ കല്ലുകൾ എറിഞ്ഞ് ആട് മേയിച്ചുകൊണ്ട് ഇങ്ങനെ പോയ വഴിക്ക് വെറുതെ ഒരു രസത്തിനിങ്ങനെ കല്ലുകളെടുത്ത് എറിഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ എറിഞ്ഞ കല്ലുകളിൽ ഒന്ന് ചെന്ന് ഏതോ ഒരു കലത്തിൽ കൊണ്ടത് പൊട്ടുന്ന ശബ്ദം കേട്ടു. കൗതുകം തോന്നി അടുത്തിയെന്ന് നോക്കിയപ്പോൾ ഒരു കലം കണ്ടെത്തി. ആ കലത്തിനകത്ത് ഒരുപാട് ചുരുളെഴുത്തുകൾ കണ്ടു. അവൻ അറിയിച്ചതനുസരിച്ച് ഗവേഷകർ വന്ന് ആ ഏരിയ മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അനേക കുടങ്ങൾക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ചുരുളെഴുത്തുകൾ കണ്ടു. അവ നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം അഥവാ എബ്രായ വേദപുസ്തകവുമായിട്ട് ഏറ്റവും സാമ്യമുള്ളതായിരുന്നു. അതുപോലെയുള്ളതായിരുന്നു. അതിനെ ഒന്നുകൂടെ എടുത്തു പറയുന്ന അല്ലെങ്കിൽ തെളിയിച്ച് കാണിക്കുന്നവയായിരുന്നു. അവ വലിയൊരു
കണ്ടെത്തലായി നമുക്ക് മനസ്സിലാക്കുവാൻ. അവയാണ് ഡെഡ് സീ സ്ക്രോൾസ് എന്നറിയപ്പെടുന്ന ചാവുകടൽ ചുരുളെഴുത്തുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് സൂക്ഷിച്ചു വെച്ചത് ഇവരായിരുന്നെന്നാണ് പറയുന്നത്. ആരാ? എസ്സേന്യർ. അവർ കൂടുതൽ പുറമേ ഉള്ള ലോകത്തിൻ്റെ പാപങ്ങളിലും കാര്യങ്ങളിലും പെടാതെ മാറി നിൽക്കണം എന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് മാറി നിന്നവരായിരുന്നു. ചിലർ പറയുന്ന യോഹന്നാൻ സ്നാപകൻ അതിൽ ഒരാളായിരുന്നു എന്ന് ചിലർ പറയാറുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള അനേക സെക്റ്റുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ മധ്യത്തിൽ ഉളവായ സെക്റ്റുകളിൽ ഒന്നാണ് ആര്? ശാസ്ത്രിമാരെന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തുവാ? അല്ലേ? എ പേഴ്സൺ ട്രെയിൻഡ് ഇൻ റൈറ്റിംഗ് സ്കിൽസ്. എഴുതാൻ പ്രത്യേക കഴിവുകൾ ലഭിച്ച ഒരാൾ. സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് തീരുമാനങ്ങൾ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആളുകൾ. സ്പെഷ്യലി പ്രവാസകാലത്ത് ബാബിലോണിലേക്ക് ഇസ്രയേൽ പ്രവാസത്തിൽ പോയ സമയത്ത് അനേക ശാസ്ത്രിമാർ ആവിർഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവരുടെ പ്രധാന ജോലികൾ ദൈവത്തിൻ്റെ വചനം കോപ്പി ചെയ്ത് എഴുതി വെക്കുക, അതിനെ സൂക്ഷിച്ചു വെക്കുക, പിന്നെ അതിനെ പഠിപ്പിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു. എഴുതുക, സൂക്ഷിച്ചു വെക്കുക, പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇതിൽ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രിയുണ്ട് ദൈവവചനത്തിൽ, ബൈബിളിൽ. ആരായിരുന്നു? എസ്ര ശാസ്ത്രി. അത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ എസ്ര ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. അപ്പം ന്യായപ്രമാണത്തിൽ എക്സ്പേർട്ടീസ് ഉണ്ടായിരുന്ന ശാസ്ത്രിമാർ. ഇനി മറ്റൊരു കാര്യം കൂടെ മനസ്സിൽ വെച്ചോളണം മുന്നോട്ട് പോകുന്നതിന് മുമ്പ്. ഈ ശാസ്ത്രിമാർ മോസ്റ്റ്ലി എഴുന്നേറ്റത് ആരുടെ കൂട്ടത്തിൽ നിന്നായിരുന്നു? പരീശന്മാരുടെ കൂട്ടത്തിൽ നിന്നായിരുന്നു. പരീശന്മാരെന്ന് പറയുന്ന സെക്റ്റിൽ നിന്നൊരു ഭാഗം മാറി നിന്നതാണ് ഈ ശാസ്ത്രിമാർ എന്ന് പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട്. അപ്പോൾ അവരെവിടെ നിന്നുള്ളതായിരുന്നു? പരീശന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വന്നവരായിരുന്നു ഈ ശാസ്ത്രിമാർ. ചിലരൊക്കെ ഇതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് വല്ലതും ആണോ പാസ്റ്ററെ? ഐ തിങ്ക് നമുക്കറിയാം, യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചു വന്ന വിദ്വാൻമാർ ഹെരോദാവിൻ്റെ രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിന് തന്നെ വലിയൊരു ശങ്കയായി, ഇവൻ എവിടെയാ പിറക്കുന്നത്? യെരൂശലേം മുഴുവൻ സംഭ്രമത്തിലായെന്ന് എഴുതിയിരിക്കും. അവൻ കൺസൾട്ട് ചെയ്യാൻ വിളിച്ചതിൽ ആരായിരുന്നു? ശാസ്ത്രിമാരായിരുന്നു. പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ച് ഹെരോദാവ് കൺസൾട്ട് ചെയ്തെന്നാണ് നമ്മൾ വായിക്കും. അപ്പം ശാസ്ത്രിമാരെന്ന് പറയുന്നത് ആരായിരുന്നു? വചനത്തിൽ എക്സ്പേർട്ടീസ് ഉണ്ടായിരുന്ന, അറിവുണ്ടായിരുന്ന, പ്രാവീണ്യമുണ്ടായിരുന്ന, അതിനെ നന്നായിട്ട് പഠിച്ചവരായിരുന്നു. ശാസ്ത്രിമാരെക്കുറിച്ച് അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ പിന്നെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. വചനം ഇൻറ്റർപ്രറ്റ് ചെയ്യുക മാത്രമല്ല, ശാസ്ത്രിമാർ യേശുവിനെ കൊല്ലുവാൻ ശ്രമിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് ശാസ്ത്രിമാർ. നമുക്കറിയാം, അവൻ ദിവസേന ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനികളായവരും അവനെ നശിപ്പിപ്പാൻ തക്കം നോക്കി. യേശുവിനെ നശിപ്പിപ്പാൻ തക്കം നോക്കി. യേശു കർത്താവ് ശാസിച്ചിട്ടുള്ളതിൽ അഗ്രഗണ്യമാരുമായിരുന്നു ശാസ്ത്രിമാർ. ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. വിശേഷാൽ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ പല വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ തന്നെ കടക്കുന്നില്ല, മറ്റാരെയും കടപ്പാൻ സമ്മതിക്കുന്നുമില്ല.
കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ, നിങ്ങൾക്ക് ആകഷ്ടം, നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളെ പോലെ ആ പുറമേ കാണാൻ മനോഹാരിതയുള്ളത്, അകമോ ചീഞ്ഞ് നാറുന്നു. കപടഭക്തിക്കാരെന്ന് പറഞ്ഞ് ഏറ്റവും അധികമായിട്ട് കർത്താവ് ശാസിച്ചിട്ടുള്ളതിൽ ഒരു ഗ്രൂപ്പാണ് പരീശന്മാരോടൊപ്പം ശാസ്ത്രിമാർ എന്ന് പറയുന്നത്. എന്നാൽ കർത്താവിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാൻ, എൻ്റെ സമയം തീർന്നു. നിക്കോദേമസ് കർത്താവിൻ്റെ അടുത്ത് വന്നു. കർത്താവിൻ്റെ അടുത്ത് വന്ന പല ചോദ്യങ്ങളുമായിട്ടാണ് വന്നത്, അല്ലേ? അപ്പോൾ അവനോട് പറഞ്ഞു, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ, യേശുവിനെ കുറിച്ച് പറഞ്ഞു, നീ ദൈവത്തിൽ നിന്ന് വന്നവൻ തന്നെയാണ്, അല്ലെങ്കിൽ ആർക്കും ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, ആർക്കും ഇങ്ങനെ അടയാളങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. യേശു കർത്താവ് പറഞ്ഞു, നിക്കോദേമസേ, ഇതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രയോജനമൊന്നുമില്ല. പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ആർക്കും സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല. അപ്പം പുതുതായി ജനിക്കുന്നത് എങ്ങനെയാണ്? വയസ്സായ ശേഷം അമ്മയുടെ ഉദരത്തിൽ വീണ്ടും കടന്ന് ഞാൻ ജനിക്കണമോ? അപ്പം കർത്താവ് അതിന് മറുപടി പറഞ്ഞ് നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൽ നീ ആശ്ചര്യപ്പെടരുത്, അല്ലേ? അപ്പം അവസാനം നിക്കോദേമസ് ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? യേശു പറയുന്നൊരു മറുപടി ഉണ്ട്. നിക്കോദേമസേ, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിട്ടും ഇത് അറിയുന്നില്ലയോ? നമുക്കൊരു ഒന്ന് പോണ്ടർ ചെയ്യാനായിട്ട്, ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ, ഒരു ചോദ്യം ചോദിക്കാൻ അവസാനിപ്പിക്കാം. ഒരുപാട് നാൾ വചനം കേട്ടിട്ട് ഇപ്പോഴും പലതും നമുക്ക് അറിഞ്ഞുകൂടാ, തിരിച്ചറിയുന്നില്ല. വചനത്തിൻ്റെ സീരിയസ് ആയിട്ടുള്ള പഠനങ്ങളും അത് ഏറ്റെടുക്കുന്ന അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടില്ല. അന്നും തമാശ കളിക്കുക, ഇന്നും തമാശ കളിക്കുക, അന്നും കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇന്നും കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. വചനത്തിൻ്റെ മുമ്പിൽ അർഹിക്കുന്ന ഗൗരവത്തോടെ ഇരിക്കുവാൻ, ഞാനിവിടെ ബൈബിൾ സ്റ്റഡിയിൽ ഇരിക്കുന്ന കാര്യം മാത്രമല്ല, നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പഴയതും പുതിയതുമായ നിക്ഷേപങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതിനെ എടുത്തു കൊടുക്കുന്നവരായ വീട്ടുടയന്മാരായി നമുക്ക് തീരുവാൻ കഴിയണം. അതാ പറഞ്ഞു വന്നു. നിങ്ങളൊന്ന് ഒത്തിരി ഹല്ലേലൂയ ഒന്നും പറയുന്ന ഒരു സ്റ്റഡി അല്ലായിരുന്നെന്ന് എനിക്കറിയാം. എങ്കിലും ഇത് മനസ്സിലാക്കി നമുക്ക് അടുത്ത ദിവസം ഇതിൽ മുന്നോട്ട് പോകാം. ദൈവകരങ്ങളെ നമുക്ക് ഏൽപ്പിക്കാം. ദൈവം ഏൽപ്പിച്ചതിൽ നമുക്ക് വിശ്വസ്തത പുലർത്തണം. ദൈവരാജ്യത്തിൻ്റെ അഭ്യാസം ലഭിച്ചവരെന്ന് ക്ലെയിം ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. അത് പഴയതും പുതിയതും ദൈവരാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ വലിപ്പത്തിന് മുഖാന്തരമായി തീരണം. നമ്മയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.